സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുക മാത്രം. മുന്നോക്ക, OBC, SC/ST സ്കോളർഷിപ്പുകളിൽ കുറവ് വരുത്തിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുക വെട്ടിയത്. ന്യൂനപക്ഷേതര വകുപ്പുകളിൽ കുറച്ചത് സ്കോളർഷിപ്പ് ഒഴികെ പദ്ധതികൾ മാത്രമാണ്. സ്കോളർഷിപ്പ് ഫണ്ട് നിലനിർത്തുന്നതിൽ ന്യൂനപക്ഷ വകുപ്പ് ജാഗ്രത കാണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഈ പറഞ്ഞതുപോലെ സ്കോളർഷിപ്പ് ഫണ്ട് നിലനിർത്തുന്നതിൽ ന്യൂനപക്ഷ വകുപ്പിന് വലിയ വീഴ്ച ഇല്ലെങ്കിൽ ജാഗ്രത കാണിച്ചില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അടക്കം മുസ്ലിം ക്രിസ്ത്യൻ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ 9 സ്കോളർഷിപ്പ് അടക്കമുള്ള 9 പദ്ധതികളുടെ തുക 50% വെട്ടിക്കുറച്ച വാർത്ത ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി വരികയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള മറ്റ് അന്വേഷണങ്ങളിലാണ് സ്കോളർഷിപ്പ് നൽകുന്ന മറ്റ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലായി സ്കോളർഷിപ്പുകളുണ്ട്. SC ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ST ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, OBC ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതോടൊപ്പം തന്നെ മുന്നാക്ക വികസന കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടും സമുന്നതി എന്ന പേരിൽ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. ഈ സ്കോളർഷിപ്പുകളിലൊന്നും തന്നെയും കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡയറക്ടർമാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ 50% പദ്ധതി കുറവ് വരുത്താൻ തീരുമാനിച്ചിരുന്നു. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തത്. അതിൽ സ്കോളർഷിപ്പ്, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കുറയ്ക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡയറക്ടർമാരൊക്കെ എടുക്കുകയും മറ്റു പദ്ധതികളിലേക്കാണ് അവരുടെ ഈ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക എന്ന് പറയുന്നത് 50% വെട്ടിക്കുറയ്ക്കുക എന്നൊരു കാര്യം മറ്റ് പദ്ധതികളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവരാരും തന്നെയും ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളോ മുന്നാക്ക വികസന കോർപ്പറേഷനോ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ സംരക്ഷിക്കാൻ അവർ നിലപാടെടുത്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇക്കാര്യത്തിലൊരു ജാഗ്രത അല്ലെങ്കിൽ സ്കോളർഷിപ്പുകളിൽ കൈവയ്ക്കേണ്ടതില്ല, അതിൽ വെട്ടിക്കുറവ് വരുത്തേണ്ടതില്ല എന്നൊരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു സമ്മർദ്ദം ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മറ്റ് സ്കോളർഷിപ്പുകൾ സംരക്ഷിക്കപ്പെട്ടതുപോലെ ഇതും സംരക്ഷിക്കപ്പെടും. കാരണം 2 കാരണങ്ങളാണ് അവർ നമ്മൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർമാരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യം. ഒന്ന്, ഇത് വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അതിന് പ്രത്യേക പരിഗണന നൽകണം. മാത്രമല്ല നിരവധി ആൾക്കാർ അപേക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസപരമായി ഉണ്ടാക്കും എന്നുള്ളതാണ് ഒന്ന്. 2, ഇവയുടെ തുക, സ്കോളർഷിപ്പുകളുടെ തുക വലിയൊരു തുകയല്ല. മൊത്തത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് വെച്ച് നോക്കുമ്പോൾ ഈ സ്കോളർഷിപ്പുകളുടെ തുക വലിയ തുകയല്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പദ്ധതികളിലേക്ക് സാമ്പത്തികമായ ക്രമീകരണം വരുത്തുക, അതൊരു സമീപനമാണ്. മുന്നാക്ക വികസന കോർപ്പറേഷൻ ആണെങ്കിലും SC/ST ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും OBC ഡിപ്പാർട്ട്മെൻറ്റാണ് എല്ലാം ചെയ്തത്. അതേസമയം അത്തരമൊരു ക്രമീകരണമോ ജാഗ്രതയോ ന്യൂനപക്ഷ വകുപ്പിൻ്റെയോ ഡിപ്പാർട്ട്മെൻറ്റെയോ അല്ലെങ്കിൽ ഡയറക്ടറേറ്റിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ശരിക്കും ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ 50% വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ്. ഇപ്പോൾ വലിയ വിമർശം ഇക്കാര്യത്തിൽ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ളൊരു നിലപാട്, എന്തുകൊണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ മാത്രം വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നതിൽ സർക്കാർ സ്വാഭാവികമായിട്ടും വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി അസ്ലം.